മഞ്ഞച്ചപ്പലപ്പം കഴിച്ചിട്ടുണ്ടോ? മഞ്ഞ ചെപ്പലപ്പം ഒരു കാസർഗോഡുകാരൻ്റെ ബ്ലോഗിൽ കണ്ടതാണ് കേട്ടോ. എന്നിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് മഞ്ഞ ചെപ്പലപ്പം. നമ്മുടെ അടയുണ്ടല്ലോ, അട എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഇവിടെ അട ഉണ്ടാക്കുന്നത് ഏതിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴേൻ്റെ ഇലയിൽ, പിന്നെ നല്ല മണം വരുന്ന ഒരു ഇലയില്ല, അതിലാണ് ഉണ്ടാക്കുന്നത്. ഇത് മഞ്ഞളിൻ്റെ ഇലയാണ്. ഇത് മണക്കുമ്പോൾ തന്നെ വേറൊരു മണം എന്ന് വെച്ചാൽ പ്രത്യേകത ഒരു മണം. അപ്പോൾ ഇതിൽ ഈ ബ്ലോഗ് ഇട്ട പയ്യൻ പറയണ്ടായിരുന്നു, ഇത് മഞ്ഞളിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കണ്ട അത്ര, ഇതിൽ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞത്. എന്താ പ്രത്യേകത നമുക്ക് നോക്കാം കേട്ടോ. സാധാരണ അടി ഉണ്ടാക്കണ പോലെ ഫില്ലിങ്സ് നമ്മുടെ ശർക്കരയും നാളികേരം തന്നെ. നമുക്ക് നടുക്കത്ത് തന്നെ പൊട്ടിച്ച് ടേസ്റ്റ് നോക്കാം. വേറൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ മഞ്ഞളിൻ്റെ ഇലയ്ക്കൊരു മണം ഉണ്ടല്ലോ, ആ മണം. അപ്പോൾ ഇത്തിരി പഴം കൂടിയിട്ടുണ്ട്, കൊള്ളാം. അപ്പോൾ ട്രൈ ചെയ്യാൻ ചെയ്യാം. കാസർഗോഡുകാരുടെ സ്വന്തം മഞ്ഞ ചെപ്പലപ്പം. നല്ല രസമില്ല കേൾക്കാൻ. മഞ്ഞ ചെപ്പലപ്പം അടാന്നൊന്നല്ല, മഞ്ഞ ചെപ്പലപ്പം. മഞ്ഞളുടെ ഇല എടുക്കുക, ഇതും പൊട്ടിക്കുക, മറ്റേ സാധനങ്ങളൊക്കെ വയ്ക്കുക, ഫിറ്റ് ചെയ്യുക, അടയ്ക്കുക, ആവി വയ്ക്കുക, കഴിക്കുക.